ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ FF ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് മെമ്പർഷിപ്പിൽ ഓഫർ വരാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ FF ന്യൂ ആയിട്ട് ബണ്ണി ബണ്ടിൽ റിട്ടേൺ ബാക്ക് ആയിട്ട് വരാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇവനിലൂടെ ഏതൊക്കെ ബണ്ടിലാണ് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നത്, അപ്പോൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ എത്ര ടോക്കൺസ് വേണ്ടി വരും, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മളെ ലോൽ ഇമോട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഷെയ്ഡ് ബണ്ടിൽ റിട്ടേണിനെ കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ഷെയ്ഡ് ബണ്ടിൽ റിട്ടേണിനെ കുറിച്ചും നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തന്നെ ഈ വീഡിയോയിൽ റെഡീം കോഡ് ഉണ്ടോ എന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ റെഡീം കോഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈക്ക് ടാർഗറ്റ് ലാസ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഏകദേശം ഒരു കറക്റ്റായുള്ള ലൈക്ക് ടാർഗറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം ഡിലേ ആവും ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റെഡീം കോഡ് ഉണ്ട്, 2 കോഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോൻ്റെ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റായിട്ട് കാണുന്ന ടൈമിൽ ഫാസ്റ്റ് തന്നെ റെഡീം ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ റെഡീം കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 800 കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേന് 800 കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ FF ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി നമ്മൾ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നുള്ള ഐറ്റംസ് നോക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിഡിലെങ്കിൽ ജേഴ്സികൾ, ഇപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ അവേ ജേഴ്സി ആൻഡ് ഹോം ജേഴ്സി വന്നിട്ടുണ്ട്. ജേഴ്സികൾക്ക് നോക്കുക ഒരു രക്ഷയില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളൊരു ബ്രസീൽ ഫാൻ കൂടിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ മാക്സിമം എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ല കിഡിലൻ ജേഴ്സികളാണ് കേട്ടോ. 10ാം നമ്പറിൻ്റെ 2 ജേഴ്സികളാണ്. അപ്പോൾ നിങ്ങൾ ഈ ലക്കി വീല് ഡിസ്കൗണ്ട് വിലയുടെ എന്ത് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഈ ജേഴ്സികൾ കൂടാതെ കുറേ അധികം ഐറ്റംസ് നല്ല ഐറ്റംസ് ഒക്കെ ആടിയുണ്ട്. അതുപോലെ തന്നെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടും കുറേ അധികം ഐറ്റംസ് ഇതിലുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഇമോട്ട് ഉണ്ട്, ബുയൻ്റെ ഒരു ഇമോട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു ഇമോട്ടാണ്. നെക്സ്റ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആനിവേഴ്സറി മുന്നിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഇൻഫിനിറ്റി ലൂപ്പ് നല്ലൊരു കിഡിലൻ ഇമോട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 1 ടൈം ഇമോട്ട് ഇട്ട് കഴിഞ്ഞത് ഇങ്ങനെ ഓടിയും കൊണ്ടിരിക്കട്ടെ. കിഡിലെ ഇമോട്ടാണ്. നെക്സ്റ്റ് വേണ്ട നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കറ്റാന സ്കിന്ന് ആനിവേഴ്സറി സ്പെഷ്യൽ ആയ ഗ്ലൂ വാൾ സ്കിൻ ഉണ്ട്. അതുപോലെ തന്നെ കറ്റാന സ്കിന്ന്, ലൂട്ട് ബോക്സ്, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുത്താലെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിങ് വൗച്ചറൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഒരു ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി പറയാൻ പറ്റും. അപ്പോൾ ഈ ലക്കി വീല് ഡിസ്കൗണ്ട് വേണ്ടി പകരമായിട്ട് ഇതൊരു മിസ്റ്ററി ഷോപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് നല്ല ഓവർ പ്രൈസ് ആണ്. നമ്മളിതൊരു സ്പിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലക്ക് വീണ് കിട്ടണം. ഓക്കെ, 9 ഡയമണ്ടിൻ്റെ ഓഫറോ അല്ലെങ്കിൽ 99 കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെർത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റുള്ള ഓഫറൊക്കെ ആണെങ്കിൽ ഹൈ പ്രൈസ് ആട്ടോ. ഓക്കെ, നല്ല പ്രൈസ് ചോദിക്കുന്നുണ്ട്. ടോപ്പ് ചെയ്യുന്ന പ്ലേസിനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്നിൽ കിട്ടിയ 80% ഓഫർ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിന്നിൽ എത്ര ഓഫറാണ് കിട്ടിയത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ എൻ്റെ കയ്യിൽ ഡയമണ്ട് കുറവാണ്ടെങ്കിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി വല്ല ഡ്രോപ്പ് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആഡ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ FF ഈ വരുന്ന 10ാം തീയതി ചെറിയൊരു മിനി ഇവൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവൻറ്റിൻ്റെ ഇൻ്റർഫേസും കാലമൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടാവുക. ചെറിയൊരു മിനി ഇവൻ്റ് ആണ്. ഫ്രീ ഗാർഡൻ പറഞ്ഞൊരു ഇവൻ്റ് കേട്ടോ. നമ്മൾ FF ഓൾറെഡി ഇതിൻ്റെ ചെറിയൊരു ഇവൻ്റൊക്കെ സ്റ്റാർട്ടായതുപോലെയൊക്കെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അതിൽ നമുക്ക് റിവാർഡ്സ് ആയിട്ട് കുറച്ച് ഗൺ സ്കിൻ ട്രെയിലായിട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഗൺ സ്കിൻ ട്രെയിൽ. നെക്സ്റ്റ് ആയിട്ട് ഈ നമ്മുടെ 9th ആനിവേഴ്സറിൻ്റെ ലോബി, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ പോലെ, ഓക്കെ ക്യാരറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പോലെ ഒരു ഹെഡാണ് മെയിൻ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത് കേട്ടോ. ചെറിയ മിഷൻസ് ആവും. നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡിൽ കുറച്ച് മിഷൻസ് ആട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് റിവാർഡ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും 10ാം തീയതി ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം എന്തായാലും ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെ കംപ്ലീറ്റിൻ്റെ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ FF കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെയൊക്കെ നമ്മളെ ഷെയ്ഡ് ബണ്ടിൽ. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് ബണ്ടിൽ നമ്മൾ FF എപ്പോഴാണ് റിട്ടേൺ ആയിട്ട് വരാമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ചാനൽ സ്ഥിരമായിട്ട് വരുന്നൊരു കമൻറ്റ് തന്നെയാണ്. അപ്പോൾ ഷെയ്ഡ് ബണ്ടിൽ നമ്മൾ FF ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ടൈം നോക്കുകയാണെങ്കിൽ നവംബർ മന്തിലാട്ടോ. അപ്പോൾ നവംബർ മന്തിൽ നമുക്ക് ദീപാവലി ഇവൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ദീപാവലി ഇവൻറ്റ് സ്പെഷ്യലായിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ റിങ് വിലയോട് തന്നെ നമുക്ക്
ഈ ഐറ്റംസ് ഒക്കെ വന്നേക്കാന്നാണ്, റിട്ടേൺ ആയിട്ട് വന്നേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതന്നെ പറഞ്ഞിട്ടുണ്ടാകും ലീക്കേഴ്സ് ഗീസ് ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾ ഷേവ് ബണ്ടിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ടോക്കൺസ് യൂണിവേഴ്സ് ടോക്കൺസ് ഒക്കെ മാക്സിമം സേവ് ചെയ്യാൻ നോക്കട്ടോ. മാക്സിമം ഒക്കെ യൂണിവേഴ്സ് റിങ്ങിലൂടെ തന്നെ കാര്യം വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ വഴി നിങ്ങളെ അറിയിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ നമ്മളെ ബണ്ണി റിംഗ് കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ട് നമ്മൾ FFലേക്ക് ബണ്ണി ബണ്ടിൽ റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന കൂട്ടം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ന്യൂ ആല ബണ്ണി ബണ്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ ബാനർ നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കാണാൻ പറ്റും, ഒഫീഷ്യൽ ആല ബാനറാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളെ ക്യാപ്റ്റൻ ബണ്ടിൽ, ഓക്കെ, ബണ്ണി ക്യാപ്റ്റൻ ബണ്ടിൽ, ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ന്യൂ ആയിട്ട് കൊണ്ടുവരാമെന്ന ബണ്ടിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മളെ മാസ്റ്റർ മൈൻഡ് ബണ്ടിലുണ്ടല്ലോ, അപ്പോൾ അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ബണ്ണി വാരർ ബണ്ടിൽ, ഓക്കെ. അപ്പോൾ ഈ 3 ബണ്ടിൽ കൺഫേം ആയിട്ട് ഈ റിംഗ് കാണാൻ പറ്റും. അപ്പോൾ യെല്ലോ കളറിൽ ബണ്ണി ബണ്ടിലൊക്കെ ഇതിലുണ്ടോ എന്നുള്ള കുറച്ച് ഡൗട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും അതും നമുക്ക് ബാനറിൽ കാണിച്ചിട്ടില്ല എന്നതുകൊണ്ട് വരില്ല എന്നല്ല പറയുന്നത്. ഒരു പക്ഷേ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, എക്സ്ചേഞ്ച് സെക്ഷനിലൊക്കെ കൊണ്ടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര ടോക്കൺസ് വേണ്ടി വരുന്നൊക്കെ എല്ലാവർക്കും മെയിനായിട്ട് അറിയേണ്ടി വരിക. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 600 കുറഞ്ഞത് ഒരു ബണ്ടിൽ എടുക്കേണ്ടി 600 ടോക്കണൊക്കെ വേണ്ടി വരും. മെയിൻ ബണ്ടിലിൻ്റെ കൂട്ടാ പറയുന്നത് കേട്ടോ. ഒരു 700 ആയേക്കാന്ന് ലീക്കേഴ്സ് പറയുന്നുണ്ട്. അതിന് ഏറ്റവും ലാസ്റ്റ് ബണ്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 400 ഡയമണ്ട്, ഓക്കെ. 400 ഡയമണ്ടില്ല, 400 ടോക്കൺസ് കേട്ടോ. പിന്നെ ടോക്കൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. 400 ടോക്കൺസ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മളെ ബണ്ണി വാര ബണ്ടിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ടോപ്പായിട്ട് നമ്മളെ FFൽ ഇതുവരെ കൊണ്ടുവരാത്ത ബണ്ണി ബണ്ടിലൊക്കെ ഇതിൽ നമുക്കുണ്ട്. നമ്മളെ ക്യാപ്റ്റൻ ബണ്ടിലൊക്കെ ന്യൂ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്ന ബണ്ടിലാണ്. അപ്പോൾ അതൊക്കെ എടുക്കാനൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ടോക്കൺസ് വേണ്ടി വരാം കേട്ടോ. അപ്പോൾ എന്തായാലും 11-ാം തീയതിയാണ് ഇവൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവൻറ്റ് കണ്ടുകൊണ്ടുള്ള മറ്റുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് നമ്മളെ മെമ്പർഷിപ്പിൽ ഓഫർ വരുമെന്ന്. ഓക്കെ. അപ്പോൾ എന്തായാലും ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്ഡേറ്റ് ആണ് ഈ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലീക്കേഴ്സിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മളെ FFൽ നമ്മളെ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ 50% ഓഫർ വന്നേക്കാന്ന് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്ക് അറിയേണ്ടി വരും ഇത് പ്രൈസിലാണോ ഓഫർ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയേണ്ടി വരും. ഓക്കെ. അപ്പോൾ പ്രൈസിലാന്നുള്ള കാര്യം കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ പ്രൈസിലാണ് ഓഫർ വരേണ്ടതായിട്ടുള്ളത് കേട്ടോ. എന്താ നമുക്കറിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് ഡയമണ്ട് പ്രൈസ് കുറക്കാതെ ഒരുപക്ഷെ നമുക്ക് ഡയമണ്ട് ഇരട്ടി തരുന്ന ഒരു മെത്തേഡൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുവരെ മെമ്പർഷിപ്പിലൊന്നും നമുക്ക് 50% ഓഫർ നമ്മളെ ഗറിന് കൊണ്ടേ വന്നിട്ടില്ല. കൊണ്ടുവരാണ്ട് നമുക്ക് വെറുതെ തന്നെ അയക്കാം കേട്ടോ. അപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 80% നമുക്കിതിനെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻ്റ് വരാൻ പോകുന്നു. അപ്പോൾ ഈ ഓഫർ വരാവുന്ന ടൈം നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 10 to 13-ാം തീയതിക്കുള്ളിലാട്ടോ. ജൂലൈ മാസം 10 to 13-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് ഈ ഓഫർ നമ്മളെ FFൽ സംഭവിച്ചേക്കാന്നാണ് പറയുന്നത്. അപ്പോൾ 10 to 13 പറയുമ്പോൾ നമ്മളെ പീക്ക് ഡേ ആണ്, ആനിവേഴ്സറി ഇവൻ്റെ പീക്ക് ഡേ ആണ്. അപ്പോൾ ആ ടൈമിലൊക്കെ മെയിൻ ആയ ഇവൻ്റൊക്കെ നമ്മൾ FFൽ സംഭവിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ കാത്തിരിക്കുന്ന ഒരാളൊക്കെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും എടുക്കാൻ നല്ലത്. ഓഫറൊക്കെ വരാൻ നമുക്ക് വളരെ കുറച്ച് ക്യാഷ് കൊണ്ട് തന്നെ മെമ്പർഷിപ്പും കാലമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്കിലെ ടോപ്പ് ആല കമൻറ്റുകൾക്കുള്ള ആൻസറാണ്. അപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുക നമ്മൾ ബ്ലാക്ക് ടീഷർട്ടിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് വരുന്ന ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഒരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ FFൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ആനിവേഴ്സറി ഇവൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലാക്ക് ടീഷർട്ട്, ഇപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് ആൻഡ് വൈറ്റ് ടീഷർട്ട് നമ്മളെ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് പോലെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇപ്പോൾ ന്യൂ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് വന്നിട്ട് ആനിവേഴ്സറി ടൈമിൽ തന്നെ വരുന്ന കേട്ടോ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂലൈ മന്ത് ഫസ്റ്റ് വീക്ക് ഇൻഡായിട്ടില്ല, ഫസ്റ്റ് വീക്കിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ടൈം ഉണ്ട് നമുക്ക് ആനിവേഴ്സറി ഇവൻറ്റ് ഇൻഡാൻ വേണ്ടിയിട്ട്. നമുക്ക് 17-ാം തീയതി ഒരു ഇവൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ടീഷർട്ട് വരാനാണ് ചാൻസ് കാണുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാം കേട്ടോ, വീഡിയോ ആയി തന്നെ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ FFൽ നമുക്ക് ബോണസ് ടോപ്പ് പോയിന്റ് വരുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ കുറേ കമൻറ്റ് കണ്ടിട്ടോ 100% ബോണസ് ടോപ്പ് പോയിന്റ് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബണ്ണി ബണ്ടിൽ അതുപോലെ തന്നെ കുറേ അധികം ഐറ്റംസ് നമുക്ക് ആനിവേഴ്സറി ടൈമിൽ വരുന്നുണ്ട്. ലോലിമോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോലിമോട്ടിൻ്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് നമ്മൾ FFലേക്ക് ഈ വരുന്ന 20-ാം തീയതി നമ്മൾ ലോലിമോട്ടീസ് 100% കൺഫേം ആയിട്ട്
നമ്മുടെ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകണം. അപ്പോൾ അതും വരാൻ പോകുന്ന ഒരു ഇമോട്ട് റോയൽ ഇവന്റിലൂടെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമോട്ട് റോയൽ ഇവന്റിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും വേൾഡ് കപ്പ് പോലുള്ള ഒരു ഇമോട്ടാട്ടോ. ഒരു കിഡിലനാല ഡുവോ ഇമോട്ടാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് ഡുവോ ഇമോട്ട് നമ്മളൊരു ഫുട്ബോൾ സെലിബ്രേഷൻ പോലെ ഒരു കിഡിലനാലോ ഡുവോ ഇമോട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നത് നമ്മൾ ലോയൽ ഇമോട്ട് നമുക്ക് ഈ ലക്രോ ലെവലിലൂടെ റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. എന്തായാലും 50 സ്പിന്നൊക്കെ ചെയ്യുന്ന ടൈമിൽ ഗ്യാരണ്ടി പ്രൈസ് കിട്ടുന്നതിന് മെത്തേഡ് ആക്കാൻ കേട്ടോ. എന്തായാലും വെറുതെ തന്നെയൊക്കെ നല്ലൊരു ഇവൻ്റാണ് നമ്മൾ FFൽ ഉടൻ തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന 20-ാം തീയതിയാണ് ഇവൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വരുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 100% ബോണസ് ടോപ്പ് ഇവൻറ്റ് നമ്മൾ FFൽ എന്തായാലും ഈ പ്രതീക്ഷിക്കാം കേട്ടോ. മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുന്നത്, മെമ്പർഷിപ്പിൽ ഓഫർ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും നമുക്ക് 100% ബോണസ് ടോപ്പ് ഇവൻറ്റ് നമ്മുടെ FFൽ പ്രതീക്ഷിക്കുക. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നല്ല അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കമൻറ്റ് നോക്കുക, നമ്മൾ ജിജൂസോ കൈസൺ ഇവൻറ്റ് നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജിജൂസ് കൈസൺ ഇവൻറ്റ് 2 നമ്മൾ FFലേക്ക് വരാൻ പോകുക തന്നെയാണ്. എങ്കിൽ പോലും വരാൻ പോകുന്ന ടൈമും കാലമൊന്നും പറയാനായിട്ടില്ല, കുറച്ച് ഡിലേ ആവും. മിക്കവാറും നമുക്ക് 2027 ആവാൻ ചാൻസ് കാണുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തന്നെ ഓൾറെഡി ഷെഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെറൂട്ടോ ഇവൻറ്റീസ് വരാൻ പോവാണ്. അതുപോലെ നമ്മൾ ബ്ലൂലോക്ക് ഇവൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൺ പീസ്, അങ്ങനെ കുറേ ദീസ് കൊളാബറേഷൻ ഇവൻറ്റ് നമ്മൾ FFൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ഉണ്ടാവും എന്നുള്ള കാര്യം കുറച്ച് സംശയമാണ് കേട്ടോ. ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ന്യൂ ആയിട്ട് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ 50 സ്കിന്ന് വരുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ ആയിട്ട് നമുക്ക് നമ്മുടെ അറൈവൽ ആനിമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമോട്ടായിട്ട് അങ്ങനെ കുറേ അധികം ഐറ്റംസ് നമ്മളെ ഗറിനെ ന്യൂ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതർ സ്ഥലം കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലെ അതർ സെർവറിൽ പോലും 50 സ്കിന്നൊന്നും അവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നെ ഗൺ സ്കിന്നൊക്കെ അവിടെ ആടിയിട്ടുണ്ട്. നമുക്ക് 50 സ്കിന്ന് വരുമോ എന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടാണ്. വരാണെങ്കിൽ സംഭവം കിഡിലിനായിട്ടുണ്ടോ. അപ്പോൾ വരാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും 3-4 മാജിക് ക്യൂബ് കൊടുക്കേണ്ടി വരും കേട്ടോ. അല്ല നമുക്ക് 1-2 കിട്ടും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആടിയൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് ചാനലിൽ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാവുന്ന ബണ്ടിലിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് എന്തായാലും കാണാം കേട്ടോ. നമ്മളെ മലയാളി ബ്രോ ഒറിജിനൽ ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് ആ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാണേണ്ടവർക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റും കാലൊക്കെയാണ് മാക്സിമം പിക്ക് ചെയ്തോണ്ട് അതിനൊക്കെ ആൻസർ ഇതേപോലെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.